അമ്മയൊരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ത്രിമധുരം ചാനലിലെ ഒരു അമ്മയുടെ അനുഭവം വായിച്ചു. ബസ് മുന്നോട്ടും പിന്നോട്ടും എടുത്തപ്പോൾ ഗുരുവായൂരപ്പനെ വിളിച്ചപ്പോൾ അപകടം ഒഴിവായത്. അത് കേട്ടപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയട്ടെ. ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ട് കേട്ടോ. ഞാൻ നാട്ടിലുള്ളപ്പോൾ ഞാൻ തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്യാറ്. ഞാൻ ഗൾഫിൽ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ചേച്ചിയാണ് അതിനെ തൊടിയിൽ കെട്ടുക. ആ പശുവാണെങ്കിൽ കുറച്ച് പ്രശ്നക്കാരിയാണേ. ഒരു ദിവസം ചേച്ചി പശുവിനെ തൊടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുവരുമ്പോൾ പശു വിറളി പിടിച്ചോടി. ആ സമയം കയറ് ചേച്ചിയുടെ കാലിൽ ചുറ്റി ചേച്ചി വീണു. ആ നിമിഷം മരണത്തെ മുന്നിൽ കണ്ടു. എൻ്റെ ഗുരുവായൂരപ്പ എന്നൊറ്റ വിളിയാണ്. വല്ലാത്തൊരത്ഭുതമാണ് അവിടെ നടന്നത്. ഓടിക്കൊണ്ടിരുന്ന പശു പെട്ടെന്ന് അവിടെ നിന്നു ഒന്ന് തിരിഞ്ഞു നോക്കി. ആ സമയം ചേച്ചി വേഗം നീക്കി എഴുന്നേറ്റു. ഇന്നും ചേച്ചിക്ക് അത് ഓർക്കുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ്. ഉണ്ണിക്കണ്ണൻ പറഞ്ഞാൽ കേൾക്കാത്ത പശു ഉണ്ടോ അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അല്ലേ? പശു ഏറ്റവും നല്ലതാണ്. നമ്മൾ പശുവിൻ്റെ അടുത്ത് പോയിരിക്കുക, പശുവിനെ ഒന്ന് തൊട്ട് തലോടുക എന്നൊക്കെ പറയുന്നത് എന്ത് സുഖമുള്ള. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചിലപ്പം പശുവിനെ തൊടാത്ത ആളുകൾ പോലും ഉണ്ടാവും ഇതുവരെ. പക്ഷേ അതൊരു ഫീലിംഗ് ആണ്. പശുവിൻ്റെ ആയിട്ട് പെരുമാറുന്നവർക്കറിയാം. അപ്പം ഉണ്ണിക്കണ്ണൻ്റെ സ്വന്തമാണല്ലോ. അപ്പം ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പശുവിന് ഒന്ന് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റുമോ? എന്താല്ലേ അനുഭവം. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. എല്ലാ മാസവും വരുന്നവർക്ക് 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.